വേദിയിലിരിക്കുന്ന വധൂവരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഇക്കാലത്ത് പള്ളിയിൽ പൊന്നിൻ കുരിശുണ്ടാക്കാനും ശ്രീകോവിലിൽ സ്വർണം പൂശാനും ഒക്കെ ഒരുപാട് പേർ കൈയഴിഞ്ഞ് സംഭാവനകൾ നൽകാറുണ്ട്. പക്ഷേ പാവപ്പെട്ട പെങ്കൊച്ചുങ്ങളുടെ കഴുത്തിൽ ഒരു താലിച്ചരട് കയറാനോ ചോർന്നൊലിക്കുന്ന പുര മേഞ്ഞു കൊടുക്കാനോ ഒരുത്തന്റെ കീശയിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും ഇറങ്ങത്തില്ല. തേവക്കാട്ട് തറവാട്ടുമുറ്റത്തെ ചില ദൃഷ്ടാന്തങ്ങളിലൂടെ എന്റെ അപ്പൻ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം ഇരിക്കുന്നത് കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരിലാണ്, വിശക്കുന്നവന്റെ വയറിലാണെന്ന്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ പ്രാർത്ഥനാ മുറിയില് എന്റെ അപ്പന്റെ സ്ഥാനം ഇപ്പോഴും ദൈവങ്ങൾക്ക് നടുവില. എല്ലാ സൗഭാഗ്യങ്ങളും തമ്പുരാൻ എനിക്ക് തന്നു. 6 ആൺമക്കളുണ്ടായി. ഒരുപാട് മോഹിച്ചെങ്കിലും ഒരു പെൺതെരിയെ നൽകാൻ എന്റെ കുഞ്ഞന്നാമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഇളയവൻ കുട്ടപ്പായിക്ക് 5 വയസ്സുള്ളപ്പോഴാ അവള് ഞങ്ങളെ വിട്ടു പോയത്. കണ്ണടയ്ക്കുമ്പോഴും അവള് പറഞ്ഞു, തലക്കലിരുന്ന് കരയാൻ ഒരു പെൺകുഞ്ഞില്ലാതായി പോയത് എന്ന്. അതുകൊണ്ട് എന്റെ കുഞ്ഞന്നാമ്മയുടെ ഓർമ്മ ദിവസം കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ ആചരിക്കുന്നത് ഇതുപോലുള്ള പെൺകൊച്ചുങ്ങളുടെ വിവാഹം നടത്തിയിട്ടാ. ഈ നാട്ടിലെ അനാഥരായ നിർധനരായ പെൺകൊച്ചുങ്ങളുടെ വിവാഹമല്ല ഞങ്ങൾ നടത്തുന്നത്. എനിക്കും എന്റെ കുഞ്ഞന്നാമ്മയ്ക്കും ജനിക്കാതെ പോയ ഞങ്ങളുടെ തന്നെ പെൺകൊച്ചുങ്ങളുടെ വിവാഹം. ഈ കർമ്മങ്ങളുടെ പുണ്യം കൊണ്ടോ അതോ കുഞ്ഞന്നാമ്മ അവിടെ ചെന്ന് പറഞ്ഞിട്ടോ എന്തോ ദൈവം തമ്പുരാൻ വൈകിയാണേലും തേവക്കാട്ട് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. എന്റെ മൂത്ത മോന്റെ മോള് റാണി മോള് തേവക്കാട്ടെ ഏക പെണ്ണൻ. തമ്പുരാൻ ആയുസ് തരികയാണെങ്കിൽ യാതൊരു വേർതിരിവുമില്ലാതെ ഇതുപോലൊരു ഓർമ്മ ദിവസം അവളുടെ വിവാഹവും ആർഭാരമായി തന്നെ ഞാൻ നടത്തും. അതുകൂടി കാണാനുള്ള ആയുസ് തരാൻ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചേച്ചി ഇതും കൂടെ ഞാൻ ഉണ്ടാക്കി തരത്തുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടായിക്കോണം. മാതാവേ, ഹലോ ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയാവോ? എന്നാ പറ്റി? ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ? എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരെ വേണ്ടത്? മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ചായനാണെന്ന് ഞാൻ തരാം, നോക്കട്ടെ. ഹലോ. ഓ, അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ? എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നതാ? മംഗലാപുരം ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായിയാ. കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞേ. അവൻ എന്നെ അഡ്വാൻസ് ഇങ്ങനെ തന്നെ. എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല. ഇനി അതിലിട്. ഒന്ന് വേഗം ആട്ടടാ വാസു. കഴിഞ്ഞു. കേറല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇരുട്ടുന്നതിന് മുമ്പേ ചുരം താണ്ടണം. ആന ഇറങ്ങണ സ്ഥലമാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാവിട്ട് കരഞ്ഞ പിടിച്ച് ആനക്കെടുത്ത് ഇട്ട് കൊടുത്തേച്ച് ബോർഡർ കട്ട് ചെയ്ത് ഞാൻ NHയിലോട്ട് അങ്ങോട്ട് വെച്ചേട്ടാ. ഒന്ന് വേഗം ആട്ടടോ. കുട്ടപ്പായേ, ലോഡ് കയറ്റി കഴിഞ്ഞോടാ? കഴിഞ്ഞു. അല്ല, ഇത്രയും ലോങ് ട്രിപ്പ് അനിയനെ തന്നെ പറഞ്ഞയക്കണോ? ഇതൊരു 4 ദിവസം ഓട്ടോല്ലേ ഉള്ളൂ. ആന്ധ്രയിൽ പോയിട്ട് വരുന്നത് ഏതാണ്ട് സ്കൂൾ പിള്ളേർ ടൂറിന് പോകുന്ന ഫീലിങ്സ്. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ. ചരക്ക് എത്തേണ്ട അടുത്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും ഇവർ എത്തിച്ചോളൂ. 2 കണ്ടീഷൻസ്. പോകുന്ന വഴിക്ക് തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയാൽ ഞാൻ ഇറക്കിക്കോണം. പിന്നെ പുതിയ ലോറിയുടെ ചേസിസ് വന്ന 4 ദിവസം അവൻ ഓടിച്ചിട്ടേ എനിക്ക് ബോഡി എത്താൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല, കുട്ടപ്പായ്ക്ക് ചേസ് നേരിട്ട പേര് വീണത്. ചുമ്മാ
കൂട്ടുകാരങ്ങനെ ഒരു പുന്നാര പേര് വിളിക്കുന്നെന്ന് കരുതി നമ്മുടെ വായിൽ നിന്നെങ്ങാനും ഇത് വീണാലേ പിന്നെ അത് മതി ചവപ്പട്ടിക്ക് ആണി അടിക്കാൻ. അച്ഛാ ഞങ്ങൾ റെഡി. അല്ല ക്ലീറ്റസ് വരുന്നില്ലെന്ന് പറഞ്ഞത് ഉറച്ച തീരുമാനമാണോ? ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? അയ്യോ. എടുത്ത് തട്ടടാ അവനകത്ത്. കുട്ടപ്പായേ ഓ ഇതെന്നാന്ന് കേട്ടോ? അല്ല ആന്ധ്ര ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ദാ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഹോ. റാവുജിക്ക് നല്ല പിടിപാടാ. ഇതിനുള്ള നമ്പറൊക്കെ തൽക്കാലം കുട്ടപ്പായുടെ കയ്യിലുണ്ട് സഹോദര. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേട്ടോ അച്ഛാ. ആ സൂക്ഷിച്ച് പോയച്ചു പറഞ്ഞേ. കുട്ടപ്പയ്യ ഞാൻ പറഞ്ഞോ. ദാ ഒറ്റ കീഴ് അങ്ങോട്ട് നീങ്ങിയില്ലടാ. ഇതൊന്നും നോക്കിയേടി. എന്നതാ പിള്ളച്ചേട്ടാ വീട്ടു ചെലവിൽ 15,000 രൂപയുടെ കള്ളിന്റെ കണക്ക്? ഈ മാസം 3 ഞായറാഴ്ചയും കൂടി മൊത്തം പൊട്ടിച്ചത് 20 കുപ്പി സ്കോച്ച് അല്ലായിരുന്നോ? ഓ, ഈ മാസം 20 കുപ്പി പൊട്ടിയായിരുന്നോ? ഇന്നലെ തന്നെ അപ്പനും മക്കളും കൊടുന്ന് ചുണ്ട് നനച്ചു വന്നപ്പോ 5 കുപ്പിയാ തീർന്നെ. പിന്നെ നമ്മുടെ ബ്രാൻഡി കടയിൽ നിന്ന് എടുപ്പിച്ച നാടൻ സാധനം വേറെയും. 6 എണ്ണം കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പനും മക്കളും കൂടെ തന്നെ കള്ളുകൂടിയാ ഇത്തിരി കൂടുന്നുണ്ട്. എടി പെണ്ണേ, ഞായറാഴ്ച മാത്രല്ലേ ഉള്ളൂ. നീ പിണങ്ങാതെ നിന്റെ ആമ്പറന്നോടൊരു ചകലെ കുടിക്കത്തുള്ളൂ. ദേ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷ് വരുന്നുണ്ട്. ആ, ഞാൻ ചായ എടുക്കാം. ഉം. നമസ്കാരം. നമസ്കാരം. തന്റെ ഇളയ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നോടോ? അടുത്ത മാസ ആ, താനിരിക്കേ. ഇരിക്കുന്നില്ല, ഇത്തിരി ധൃതിയുണ്ട്. നാളെയാ പുതിയ നിയമനത്തിന്റെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നേ. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കയറിയെന്നേ ഉള്ളൂ. ബോർഡ് മെമ്പർമാരെ എല്ലാം അറിയിച്ചിട്ടില്ലേടോ? കുട്ടപ്പായ സ്ഥലത്തില്ലല്ലോ, ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോ നാളെ 10 മണി. ഉഷാകുമാരി, ഉഷാകുമാരി. ആ പോയിക്കോളൂ. ചെന്നോളൂ. സാർ ആ എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരെയും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ. കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ. ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരവും ഉള്ളവരാ. ആ കുട്ടി. കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, തെരണ്ടി, തിലോപ്പിയ, കണവ. നീ കാര്യം മാത്രം ഇവിടെ മിണ്ടിപ്പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം? എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. ആ സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. അറിയില്ല. കുട്ടി പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാരി എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതര സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ